ശ്രീ പി ശ്യാംരാജ്, ഈ സമരത്തെ ഒരു മുതലെടുപ്പ് വേദിയായി കണ്ടാണ് ഈ ഭീകരർ എത്തിയെന്നാണ് ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ പാക് ഭീകരതയ്ക്ക് വഴിയൊരുക്കലായിരുന്നോ രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണച്ച ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ ശ്രമിച്ചെന്ന് വിലയിരുത്തപ്പെട്ട ഒരു സമരത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത്? നിങ്ങൾ അതിനകത്ത് ചോദിച്ചിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ് അതിനകത്ത് പ്രശ്നവും. കാരണം മുതലെടുപ്പ് ഈ പ്രത്യേകിച്ച് കേരളത്തിലെ ഈ CJP സമരവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള മുഴുവൻ ചർച്ചകളിലും കേരളത്തിലെ ഒരു അർബൻ നക്സൽ, കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ കൃത്യമായിട്ടുള്ള മുതലെടുപ്പ് മാത്രമാണ് നടന്നിട്ടുള്ളത്. ഞാനിപ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഞാനിന്നിപ്പോൾ ഇന്നത്തെ ഈ വിഷയമായിട്ട് വെളിപ്പെടുത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. കേരളത്തിലെ ജനം TV ഒഴികെ മറ്റൊരു മാധ്യമങ്ങളും അറിഞ്ഞിട്ട് പോലുമില്ല എന്ന്. കാരണം അവർക്ക് ഇത്തരത്തിലുള്ള തീവ്രവാദ ഇൻഫിൽട്രേഷനുകൾ ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു എന്ന് പൊതുജനം അറിയാൻ വേണ്ടിയിട്ട് പോലും താല്പര്യമില്ല. അവിടെയാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. അതായത് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ ഒരു സമരത്തെ മുതലെടുപ്പ് സമരമായിട്ട് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവർ നിശബ്ദരായിട്ടിരിക്കുന്നത്. ഇത് ഒന്നാമത്തെ അല്ല, രണ്ടാമത്തെ കാര്യമാണ്. ഇന്ന് കഴിഞ്ഞ ഈ ജൂലൈ 31 വെസ്റ്റ് ബംഗാളിൽ വെച്ചിട്ട് ഉള്ള തമീം മോണ്ടൽ എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്തത്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞതുപോലെ ഈ CJP സമരത്തിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുക എന്നുള്ള, നുഴഞ്ഞു കയറുക എന്നുള്ളത് തന്നെയായിരുന്നു. ഇന്നിപ്പോ 9 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്ത് ISI ബന്ധമുള്ള 9 പേരെ അറസ്റ്റ് ചെയ്തിട്ടും രാഹുൽ ഗാന്ധി മിണ്ടുന്നില്ല എന്ന്. രാഹുൽ ഗാന്ധി അറിഞ്ഞിട്ട് പോലും അദ്ദേഹം വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെയോ ഈ സംസ്ഥാനത്തെയോ കോൺഗ്രസ്സുകാരോ, ഈ രാജ്യത്തെ എന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റുകാരില്ലാത്തതുകൊണ്ട് രാജ്യത്തെ എന്ന് പറയുന്നില്ല, ഈ സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റുകാരോ ഒന്നും മിണ്ടിയിട്ട് പോലും ഇല്ല. അവർ നിശബ്ദമായിട്ട് ഇരിക്കുക തന്നെയാണ്. അതിനർത്ഥം എന്ന് പറയുന്നത് അവർക്ക് ഈ സമരത്തെ മുതലെടുക്കണമായിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ സമരത്തിനകത്ത് ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തുണ്ടാവുന്ന അസ്ഥിരതയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടോ ഇവർക്കൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന്. അത് മാത്രമല്ല, ഞാനിപ്പോ ഇവിടെ എനിക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്, ഇപ്പോ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം വലിയ പ്രസ് മീറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനും കേരളത്തിലെ കോൺഗ്രസ്സുകാരനും വളർമതി എന്നുള്ള പേര് മാർക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന്. ഇന്നലെ പോയിട്ട് വരികയാണ്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ LPST റാങ്ക് ലിസ്റ്റ് എന്നുള്ള ചെറുപ്പക്കാരെ നിയമിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റിലുള്ള LP സ്കൂൾ ടീച്ചേഴ്സിന്റെ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ സമരത്തില. വളർമതി എന്ന് പറയുന്ന പെൺകുട്ടി ഉദ്യോഗാർത്ഥി അവരുടെ നിരാഹാരം കടന്നിട്ട് ഇന്നിപ്പോ 6ാമത്തെ ദിവസമാണ്. എന്താ കാണിച്ചെന്നറിയോ? ഈ സർക്കാരിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു ആളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെ പറഞ്ഞു വിട്ടു. എന്നിട്ട് പറയാണ് 2 മാസത്തിന് ശേഷം നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ തീർപ്പ് കൽപ്പിച്ചു കൊടുക്കാം. 2 മാസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിച്ചു കൊടുക്കാം. എന്ത് 2 മാസത്തേക്ക് നിരാഹാരം കിടക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തരത്തിൽ ജെനുവിനായിട്ടുള്ള ചെറുപ്പക്കാരുടെ വിഷയങ്ങൾ, ജെനുവിനായിട്ടുള്ള യുവാക്കളുടെ വിഷയങ്ങൾ യാതൊന്നും ഇടപെടേണ്ടതാണ്. കേരളം കോൺഗ്രസ് ഭരിക്കുകയാണ്. VD സതീശൻ മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാണ്. ഇവിടെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ചെറുപ്പക്കാരുടെ വിഷയങ്ങൾ പോലും പരിഹരിക്കാതെ മറ്റ് വിഷയങ്ങളിലേക്കൊക്കെ മുതലെടുപ്പ് രാഷ്ട്രീയം തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ISI ബന്ധമുള്ള തീവ്രവാദ മൊഡ്യൂളുകൾ ഈ സമരത്തിന് നുഴഞ്ഞുകയറ്റം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നോ യാതൊരു വിധത്തിലുള്ള ചലനങ്ങൾ പോലും ഇല്ലാത്തത്. ഇവിടെ ഒരു കാര്യം കൊണ്ട് എനിക്ക് ഓർമ്മിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. ഇപ്പോ ഇതും കണ്ടുപിടിച്ച് എങ്ങനെയെന്നറിയോ? അതായത് ഡൽഹി പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഏകദേശം 2700ഓളം ആളുകൾ വിവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ആളുകൾ ഈ സമരത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നു മാത്രമല്ല 100-ലധികം വരുന്ന ആളുകൾ മർഡർ കേസുകളിലെ പ്രതിയായിരുന്നു. 60-ലധികം ആളുകൾ ഈ സമരത്തിൽ നുഴഞ്ഞു കയറിയ ആളുകൾ ഏതെങ്കിലും രീതിയിലുള്ള റേപ്പ് കേസിലെ പ്രതികളായിരുന്നു. ഈ കുറ്റവാളികൾ നുഴഞ്ഞു കയറിയപ്പോൾ ഇവിടെ റഹീം എന്താ പറഞ്ഞെന്നറിയോ? കേരളത്തിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MP എന്താ പറഞ്ഞെന്നറിയോ? ബയോമെട്രിക് സംവിധാനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഡൽഹി പോലീസുകൾ ആളുകളെ തിരിച്ചറിയുന്നത് എന്തോ വലിയ കുറ്റമാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ തിരിച്ചറിയൽ കൂടി ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ഈ ആളുകൾ ഇത്തരത്തിലുള്ള ആളുകൾ നുഴഞ്ഞു കയറിയപ്പോൾ ആ ആളുകളെ തിരിച്ചറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഡൽഹി പോലീസ് മാത്രം പറഞ്ഞല്ല, അല്ലെങ്കിൽ BJP മാത്രം പറഞ്ഞല്ല. ഇവിടെ അഭിജിത് ദീപ് അടക്കമുള്ള ആളുകൾ ഇപ്പൊ സമരത്തിന്റെ അല്ലെങ്കിൽ CJP എന്ന് പറയുന്ന ഈ സംവിധാനം കൊണ്ടുപോയി ഈ ഒരു സംഘടന കൊണ്ടുവന്നിട്ടുള്ള അഭിജിത് ദീപ് ആദ്യം പറഞ്ഞ അങ്ങനെയാണ്, സമരത്തിൽ ഗുണ്ടകൾ നുഴഞ്ഞു കയറാൻ വേണ്ടി സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് CJPയുടെ സ്ഥാപകനായിട്ടുള്ള അഭിജിത് ദീപ് ആണ്.
അതുമാത്രമല്ല, ഈ സ്ത്രീകളെ ഇപ്പം നമ്മളൊരു മാധ്യമ പ്രവർത്തകരെ അവിടെ ഉപദ്രവിക്കുന്നുണ്ട്, സമരക്കാർക്കിടയിൽ കുറേ ആളുകൾ മാധ്യമ പ്രവർത്തകർ ഉപദ്രവിക്കുന്നുണ്ട്. ആ ചെയ്ത ആളുകൾ പോലും CJPയുടെ ആളുകളല്ല എന്ന് ഈ സൗരവ് ദാസ് എന്ന് പറയുന്ന CJPയുടെ വക്താവ് പറയുമ്പോൾ അതിനെ പോലും അംഗീകരിക്കാത്ത, ഏത് സമരക്കാർ പറയുന്നു സമരത്തിലേക്ക് ഗുണ്ടകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന്, സമരക്കാർ പറയുന്നു സ്ത്രീകളെ മോശമായിട്ട് സമീപിച്ചിട്ടുള്ള ആളുകൾ അവരുടെ ആളുകളല്ല എന്ന്, പക്ഷേ അവരെ പോലും ആ രീതിയിൽ നുഴഞ്ഞു കയറ്റക്കാരെ പോലും പിന്തുണയ്ക്കുന്ന സമീപനമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ കോൺഗ്രസ് പാർട്ടിയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പ്രശ്നമെന്ന് പറയുന്നത്, എനിക്ക് കോൺഗ്രസ്സുകാരോട് ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്, ഒന്ന് ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന് ഈ രാജ്യത്തിന്റെ ഒരു നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. ഏതെങ്കിലുമൊക്കെ ഒരു കാലത്ത് നിങ്ങളൊക്കെ പണ്ട് അധികാരത്തിൽ ഇരുന്ന ആളുകളുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യത്ത് ഇപ്പോൾ ആര് ഭരിച്ചാലും ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യം അസ്ഥിരപ്പെടുമെന്നുള്ളതാണ്. ഇവർക്ക് രാഷ്ട്രീയം കളിക്കാം, ഇവർക്ക് മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കാം, പക്ഷേ അതിൻ്റെ പേരിൽ ഈ രാജ്യത്തിൻ്റെ സ്ഥിരതയെ അസ്ഥിരപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള മൊഡ്യൂളുകൾക്കും ഇൻഫിൽട്രേറ്റേഴ്സുകൾക്കും അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പാടില്ല. അതിനെതിരെ കൃത്യമായിട്ട് നടപടിയെടുക്കാനും മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരു പ്രസ്താവനയെങ്കിലും ഇറക്കാൻ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇന്ന് രാഹുൽ ഗാന്ധി അദ്ദേഹം എന്തൊക്കെയോ വന്നിട്ട് പറയലാണ്, എന്തൊക്കെയോ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലൊന്നും ഇത്തരത്തിലൊരു കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല എന്ന്. ഈ ഒരു സമരത്തിൽ ഇത്തരത്തിലുള്ളൊരു നുഴഞ്ഞുകയറ്റം ഉണ്ടായി എന്ന് ഈ രാജ്യം മൊത്തം വാർത്ത വരുന്നിട്ടും കോൺഗ്രസ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിനകത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് കൃത്യമായ മുതലെടുപ്പ് തന്നെയായിരുന്നു. ഈ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, നാത്തൂൻ ചത്താലും ആങ്ങള മരിച്ചാലും വേണ്ടില്ല, നാത്തൂൻ്റെ കരച്ചിൽ കണ്ടാൽ മതി എന്ന്. അങ്ങനെ രാജ്യത്ത് എന്ത് പ്രശ്നമുണ്ടായാലും ഇവർക്ക് പ്രശ്നമില്ല. ഈ കോൺഗ്രസിനോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അർബൻ നക്സലിനെ കുറിച്ചിട്ടും അല്ല തീവ്ര ഇസ്ലാമിക സംഘടനകളെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകം പറയുന്നില്ല. ഇവിടെ ഭരണത്തിലിരിക്കുന്ന ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ കോൺഗ്രസ് പാർട്ടിയും ഏതെങ്കിലും രീതിയിൽ ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടിനും കൂട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, അത്തരത്തിലുള്ള നിലപാടുകളോടൊപ്പം തന്നെയാണ് നിലവിലെ രണ്ട് കക്ഷികളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമെന്ന് മാത്രമാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഇതിനകത്ത് ഇവരുടെ ഒരു ഇരട്ടത്താപ്പ് കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. കർണാടകയിൽ സമരം നടക്കുകയാണല്ലോ, ലാസ്റ്റ് പോയിന്റ് കർണാടകയിൽ സമരം നടക്കുകയാണ്. കർണാടകയിൽ അവിടുത്തെ PSCയുടെ സമരം നടക്കുമ്പോൾ സമരക്കാരോട് സമരം നിർത്തുന്ന കാര്യം അവിടുത്തെ ഹോം മിനിസ്റ്ററോട് പ്രിಯಾಂക് ഖാർഗെയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? 10-20 ദിവസം പോയിട്ട് നിരാഹാരം കിടക്കട്ടെ, എന്നിട്ട് അവർ രാത്രി ചാർജ് കൊള്ളട്ടെ, എന്നിട്ട് ഞാൻ രാജിവെക്കുന്ന കാര്യം ആലോചിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ കേന്ദ്ര സർക്കാർ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചൊഴിയണമെന്ന് ആവശ്യപ്പെട്ട അതേ രാഹുൽ ഗാന്ധിയുടെ, ധർമ്മേന്ദ്ര പ്രധാനെ ക്രിമിനൽ എന്ന് വിളിച്ചിട്ട് അതേ രാഹുൽ ഗാന്ധിയോടൊപ്പമുള്ള സഹപ്രവർത്തകനായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസിഡന്റായിട്ടുള്ള ഖാർഗെയുടെ മകൻ പ്രിಯಾಂക് ഖാർഗെ കർണാടകത്തിൽ സമരക്കാരോട് പറയുന്നത് നിങ്ങൾ പോയി നിരാഹാരം കിടന്നോന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾ ലാത്തി ചാർജ് മേടിച്ചോ എന്നാണ്. ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയും. ഈ കളി കോൺഗ്രസ് കളിക്കുന്നത് തീക്കളിയാണ് എന്ന് തന്നെയാണ് എനിക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്.